നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എന്തെന്ന് ഇങ്ങനെ പോകുന്നോ, മഴയും കാര്യം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തിരുവനന്തപുരം പോയില്ലേ? അതെന്തിനാ പോയത്? അത് ഞങ്ങളെ ഒരു ഗ്രൂപ്പുണ്ട്, സമസ്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അത് ഒരു പബ്ലിക്കേഷൻ കൂടിയാണ്, സമസ്യ പബ്ലിക്കേഷൻ. തിരൂരാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ അവരെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഞാൻ പുസ്തക പരിചയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരും ഇതെല്ലാം പോലുണ്ട്. ഇതിപ്പം നമ്മുടെ ഒരു സുഹൃത്ത്, അടുത്ത സുഹൃത്ത് റെജി ചെറിയാൻ മാത്യു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉയർവഴികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു, കഥാസമാഹാരം. അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചെലവിൽ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ സമസ്യയാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനം, സമസ്യ ഗ്രൂപ്പിയാണ്. മാഷ് എത്ര വർഷം കോളേജ് അധ്യാപകനായിട്ടുണ്ടായിരുന്നു? ഞാൻ 10 വർഷക്കാലം ഉണ്ടായിരുന്നു. ഏത് കോളേജിലുണ്ടായിരുന്നു? ഞാൻ എൻ്റെ തുടക്കം ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ്. അത് വിദ്യാനികേതൻ കോളേജിലാണ് ഞാൻ തുടക്കം. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞപാടെ ലയോള കോളേജ് കുന്നുംകൈ, പരപ്പ നവഭാരത് കോളേജ്, അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ PG ചെയ്തു. 2 വർഷം PG ചെയ്തു. ആ സമയം തന്നെ വണ്ടിക്കുണ്ട് ടൗണിൽ തട്ടുകടയുണ്ടായിരുന്നു എനിക്ക്. അല്ല, തട്ടുകട തന്നെ ആയിട്ടുണ്ട്, മുട്ടാമ്പ്ലേറ്റും പരിപാടികളായിട്ട്. അപ്പോൾ രാവിലെ പഠിപ്പിക്കലും പഠിക്കലും ചായക്കട നടത്തും 3 ഒന്നിച്ചിരുന്ന് ഉണ്ടായിരുന്നു. PG പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കോളർ കോളേജ് നീലേശ്വരം മലയാളം PG മലയാളമായത്. അപ്പോൾ രാവിലെ നവഭാരത് കോളേജിൽ ക്ലാസ് എടുത്തിട്ടല്ല, ബുദ്ധ കോളേജിൽ ക്ലാസ് എടുത്തിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ്, ഫസ്റ്റ് ഇയർ ഉച്ച കഴിഞ്ഞിട്ടാണ് ക്ലാസ്. അപ്പം ഉച്ച കഴിഞ്ഞ ക്ലാസ്സിന് പോകും. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നവിടെ തന്നെ 5 മണിയാകുമ്പോഴത്തേന് ഞാൻ തട്ടുകട ഓപ്പൺ ചെയ്യും. രാത്രി 11 മണി വരെ അവിടെ ഉണ്ടാവും. അതിന് ശേഷം രാവിലെ പിന്നെ പിറ്റേ ദിവസം ലയോള കോളേജിലായിരിക്കും. അവിടുന്ന് പിന്നെ ക്ലാസ്സിലേക്ക് പോയി അങ്ങനെ വൈകുന്നേരം വന്ന് അങ്ങനെ 2 വർഷക്കാലം അങ്ങനെ പോയിക്കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ PG കഴിഞ്ഞ പിന്നെയാണ് ഒരുപാട് കോളേജുണ്ട്. സെൻറ്റ് മേരീസ് കോളേജ് ചെറുവനത്തടി, പരപ്പ നവഭാരത്, സെൻറ്റ് തോമസ് കോളേജ് മാലവും, പിന്നെ ചെമ്മനാട് ജമാഅത്ത് കോളേജ്, കാഞ്ഞങ്ങാട് ഡിവൈൻ കോളേജ്, കാഞ്ഞങ്ങാട് സ്കോളർ കോളേജ്, നീലേശ്വര സ്കോളർ കോളേജ്, അങ്ങനെ എല്ലായിടത്തും. അങ്ങനെ 2009 വരെ, 99 മുതൽ 2009 വരെയാണ് ഞാൻ എടുത്തത്. പിന്നെ എല്ലാ തൊഴിലും മഹത്തരമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ലോഡിങ് തൊഴിലേക്ക് തിരിഞ്ഞത് അതൊരു പാരമ്പര്യത്തിൻ്റെ ഗുണം കൂടിയുണ്ട്. അച്ഛൻ ചോട്ടൊരാളി, ഏട്ടൻ ചോട്ടൊരാളി. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ എടുക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഈ വെള്ളരിക്കുണ്ട് തെക്കവസാറാണല്ലോ എൻ്റെ താമസം. എന്നാൽ അവിടെ കച്ചവടം ഉണ്ടായിരുന്നത് നമ്മളെ കോട്ടയം ബാബുവേട്ടൻ, നമ്മളെ മുട്ടിലെ ബാലേട്ടൻ, ബട്ടൻ ബേബി ചേട്ടൻ, ഇവർക്കെല്ലാം 3 കടയുണ്ടായിരുന്നു. ഈ തൊഴിലാളികൾ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ താമസം വരുന്നതുകൊണ്ട് ആ സമയം ആ ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ പണിയെടുക്കുമായിരുന്നു, സിമെന്റ് കയറ്റലും സാധനങ്ങളായിട്ട്. അപ്പോൾ ചെറുപ്പത്തിൽ അതിൻ്റെ ഒരു അഭിരുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോളേജ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് തുടർന്ന് പോകണമെന്നുള്ള? അന്നേരം ഒന്നാമത് ഞാൻ BEd ചെയ്തിട്ടില്ല. ഞാൻ 2006 വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ട്, ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഞാൻ DYFIയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്നേരം. അപ്പോൾ ഞാനങ്ങനെ നമ്മളെ പാർട്ടി നേതൃത്വമായിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു എന്തെങ്കിലും ഒരു തൊഴിലാക്കി തരണം എന്നൊരു അവസ്ഥ പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ഇതായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അത് പറ്റുമോ? അവർ വളരെ വിഷമത്തോടെയാണ് ചോദിക്കുന്നത്, പറ്റുമോ? ഞാൻ പറഞ്ഞു, എനിക്കതൊരു വിഷമമൊന്നുമില്ല, ഞാൻ ചെയ്തോളാം. എനിക്ക് പണിയെടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ 17 കൊല്ലമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. 2009 ഇറങ്ങി 2026. പഠിപ്പിക്കാൻ പോലുണ്ടാവും. പഠിപ്പിക്കാനായിട്ട് അതിനുശേഷം ഞാൻ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കോൺടാക്ട് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അങ്ങനെ നമ്മുടെ നെഹ്റു കോളേജിലും SM കോളേജ് കണ്ണൂരെല്ലാം ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അത് 2017 ശേഷം അത് കിട്ടിയില്ല. അതുവരെ കിട്ടുമായിരുന്നു. പിന്നെ ക്ലാസ് എടുക്കാൻ പിന്നെ അങ്ങനെ പോയിട്ടില്ല. ഈ വായനശാലകളിലെ വായനാദിനവുമായി ബന്ധപ്പെട്ടും ബഷീർ അനുസ്മരണവും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് പോകാറുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ ഈ കവിതയിലേക്ക് തിരിയുന്നത്, അത് എഴുത്ത് തിരിയുന്നതിന് നേരത്തെ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അതോ? ഇല്ല, ഞാൻ അങ്ങനെ വലിയൊരു എഴുത്തുകാരാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ 4 വരി കവിത, ഹൈക്കു കവിതകളെ എഴുതല്ലോ. എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് എഴുത്തുകാരൊന്ന് കുഞ്ഞുണ്ണി മാഷും ഒന്ന് PK പാറക്കടവുമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ പറയുക എന്നുള്ള രീതി. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഉള്ളത് കൊണ്ടും പിന്നെ സമസ്യ, ഞാൻ പറഞ്ഞു ഈ സമസ്യ എന്തെന്ന് വെച്ചാൽ ദിനചിന്ത എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഒരു വിഷയം തരും. അപ്പോൾ അതിൽ എഴുതിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ദിനചിന്തയിൽ 4 വരി എഴുതി. ഞാനാണ് അവിടെ അതൊരു ഹൈക്യൂ സ്റ്റൈലാക്കുന്നത് ഞാനാണ്. അപ്പോൾ 4 വരി എഴുതി. ആ 4 വരികൾ പിന്നീട് അവരതെന്ത് ചെയ്തു, അവർ വളരെ വളരെ മനോഹരമായിട്ട് ഇതാക്കി എനിക്ക് ഫേസ്ബുക്കിൽ ഇട്ട് തരും. എനിക്ക് ഒരു ചെറിയ സമ്മാനം പോലെ തരും. അങ്ങനെ അവർ തന്ന പ്രോത്സാഹനമാണ് ഈ 4 വരി കവിത എഴുതാനുള്ള ഇതായിട്ടുള്ളത്. വലിയൊരു എഴുത്തുകാരനല്ലേ അല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു 4 വരി കവിത ഒന്ന് പാടും? 4 വരി കവിത പാടാനല്ല, ഞാൻ ചിത എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിരുന്നു. അതിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ചില പ്രണയങ്ങളുണ്ട്, അവനവൻ്റെ തന്നെ ചിതയ്ക്ക് വേണ്ടി നട്ടുവെക്കുന്ന ചന്ദനമരങ്ങളാണ് എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിരുന്നു. ചില പ്രണയങ്ങളുണ്ട്, അവനവൻ്റെ തന്നെ ചിതയ്ക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ചന്ദനമരങ്ങളാണ്.
അപ്പോൾ അങ്ങനെ എഴുതിയിരുന്നു ഞാൻ ഒരിക്കൽ. അപ്പോൾ ചിത അവനൊരു പ്രണയം നഷ്ടമാണോ? ആ പ്രണയ നഷ്ടം തന്നെ. ഒരുപാട് പ്രണയങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. അവനവൻ്റെ ചിതയ്ക്ക് വേണ്ടി തന്നെ നട്ടുവെക്കുന്ന ചന്ദനമരങ്ങളാണ് അധികവും. അപ്പം അത്ര തീവ്രമായിട്ടൊന്നും ഇന്നത്തെ പുതിയ തലമുറ പറയുന്നില്ല. ഇന്നത്തെ പുതിയ തലമുറ അതിന് തേച്ചു പോവുക എന്നൊക്കെ പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ. പ്രണയ നൈരാശ്യം എന്നുള്ള വാക്കില്ലായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. മലയാളത്തിൽ നഷ്ടപ്പെട്ട ഒരു വാക്കാണ് പ്രണയ നൈരാശ്യം, തേക്കലാണ്. ഇപ്പൊ ഏകദേശം എത്ര കവിത അങ്ങനെ ചെറുത് എഴുതിയിട്ടുണ്ടാവും? മറ്റേ ചെറുകവിതകൾ ഒരു ചുരുങ്ങിയതൊരു 300 എണ്ണം എഴുതിയിട്ടുണ്ട്. ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടില്ല. ചെയ്യാൻ ആളുണ്ട്. പിന്നെ അതിന് അതൊരു വലിയ കടമ്പയാണ് സംഭവം. നമ്മള് അങ്ങനെയൊന്നും വേണമെന്നില്ല, അത് വായിക്കുന്നവർ വായിക്കട്ടെ, നമുക്ക് പറ്റുന്ന എഴുതാം. കവിതകളോട് തന്നെ മെയിൻ ഇഷ്ടം കവിതകളാണ്. ചെറുകഥകൾ എഴുതൽ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനേക്കാളും ഉപരി ഞാൻ വായനക്കാരാണ്. ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ വായനാ മത്സരങ്ങളിൽ സ്ഥിരമായിട്ട് സമ്മാനം വാങ്ങുന്ന ആളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലിസ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ ഇപ്പം പിന്നെ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞു. ഫേവറായിട്ട് ഉള്ള എഴുത്തുകാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ KP രാമനുണ്ണി ഒന്ന് പറയാം, ബെന്യാമിനെ പറയാം. KP രാമനുണ്ണിനെ ചരമവാർഷികം ഞാൻ ഈ അടുത്ത കാലത്ത് വായിക്കുന്നു. അത് മുമ്പേ വായിക്കണമെന്ന് വിചാരിച്ചു, ആ പുസ്തകം കിട്ടിയിരുന്നില്ല. അതിനെ വായിക്കുമ്പോൾ അതിലെല്ലാം ചില നമ്മളിപ്പോൾ ആ എഴുത്തുകാരൻ്റെ ഒരു എന്താ പറയുക, ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്, അവരുടെ ചിന്തകളുടെ മഹത്വം മനസ്സിലാക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പലഹാരമാണ് മിക്സ്ചർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം. അതിന് നമ്മൾ എന്താ പറയുക, മലയാളീനെ സംബന്ധിച്ച് അതൊരു ടച്ചിങ്സ് ആണ്, പലകാലത്തും ഒരു ടച്ചിങ്സ് ആണ്. പക്ഷെ അതിന് അതേ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് മിക്സ്ചറിന് KP രാമനുണ്ണി ഈ ചരമവാർഷികത്തിൽ. എന്നുവെച്ചാൽ സ്ഥിരമായിട്ടുള്ള ഒരു ചവച്ചിറക്കലുകൾക്ക് സമാന്തരമായ ഒരു ചവച്ചിറക്കലുകൾക്ക് അപ്പുറം കയറ്റിറക്കങ്ങളുടെ ഒരു സുഖം തരുന്ന ഒരു പലഹാരമാണ് മിക്സ്ചർ. കാരണം നമ്മളിങ്ങനെ ചവച്ചരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചിന്തകളാവുന്ന 1-2 കടലമണികൾ കൂടി കുറിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, കയറ്റിറക്കങ്ങളെ കൂടെ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്തരം ചിന്ത അങ്ങനെയുള്ള ആളുകളെല്ലാം എഴുതുമ്പോൾ നമുക്ക് നമ്മളെന്തിനാ എഴുതുന്നതെന്ന് തോന്നിപ്പോകും. അത്ര മനോഹരമായിട്ടാണ്. ബെന്യാമിനായാലും പിന്നെ KP രാമനുണ്ണി ആയാലും പിന്നെ ഇപ്പോൾ നമ്മളെ വയലാർ അവാർഡ് കിട്ടിയ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛനായാലും ഒക്കെ ഭയങ്കര. പക്ഷെ ബെന്യാമിൻ ഒരു കഥാകൃത്തല്ലേ? ഇപ്പൊ മാഷിന്റെ ഇത് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കവിതകൾ. അപ്പൊ കവിതകളിൽ ഏറ്റവും ഇഷ്ടമുള്ള കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് വൈലോപ്പള്ളി തന്നെയാണ്. വൈലോപ്പള്ളിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി. കുഞ്ഞിന്റെ ഭാഷ ഞാൻ പറഞ്ഞല്ലോ, ഈ കുറുക്കലാണ്, കാച്ചി കുറുക്കലാണ്. പക്ഷെ വൈലോപ്പള്ളി ഒരു എന്താ പറഞ്ഞ ഒരു കവിത എന്ന് പറയുന്നത് വൈലോപ്പള്ളി തന്നെയാണ്. വൈലോപ്പള്ളി സംശയമില്ല കാര്യത്തിൽ. അതിലിപ്പോ സാധാരണ ആൾക്കാർക്ക് കവിതയുടെ ഒരു പ്രശ്നം നിനക്ക് തോന്നുന്നത്, സാധാരണ ആൾക്കാർക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ പഴയ കാലത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് സിമ്പിളായിട്ട് തരണമെന്ന് അങ്ങനെ മാഷുണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, മാഷ് അങ്ങനെ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് അവരുടെ ഇത് അത്ര ഭാഷാ സമ്പത്ത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മലയാളം അറിയില്ല എന്നുള്ളതാണ്. പണ്ടത്തെ സിനിമാ ഗാനങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിൽ എഴുതുമ്പോൾ പിന്നെ നീലാംബുജങ്ങൾ വിടർന്നു, നീലാരവിന്ദായ ദാക്ഷിയെ തേടി എന്നാണ് എഴുതുക. അന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്ന മലയാളികൾ ഉണ്ടായിരുന്നു. എന്താണ് നീലാരവിന്ദായ ദാക്ഷി എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. നീല അരവിന്ദത്തിന്റെ തുല്യമായ കണ്ണോട് കൂടിയവൾ, ആ ഭാവന കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷാബോധമുള്ള ആളുകളുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളായ എഴുത്തച്ഛൻ്റെ കൃതികളും ചെറുശ്ശേരിയുടെ കൃതികളും പിന്നെ കുഞ്ഞനമ്പ്യാർ കൃതികൾ, ഇത് മൂന്നും പഠിക്കാത്ത മലയാളിയെ സംബന്ധിച്ചോളം മലയാളം അറിയില്ല, അത് പഠിക്കുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാതെയും പിന്നെ നമ്മുടെ ഇന്നത്തെ പാഠ്യപദ്ധതി പ്രകാരമായിട്ട് വാക്കുകളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി വാക്കുകൾ എവിടെ മുറിക്കണം എന്നുള്ളത് ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അക്ഷരത്തെറ്റ് ഒരുപാട്. അപ്പോൾ ഈ മലയാളത്തെ അതിൻ്റെ ഗൗരവമായ രീതിയിലുള്ള പഠിപ്പിക്കൽ നടക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതെന്തായാലും കവിതകൾ വായിച്ച് നോക്കട്ടെ, കിട്ടും, അർത്ഥം കിട്ടും. അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ ശബ്ദധാരാവലി ഉണ്ട്, ശബ്ദധാരാവലി നോക്കിയിട്ട് വായിച്ചു കഴിഞ്ഞാൽ സംഭവം കിട്ടും. അർത്ഥം കിട്ടാത്ത ഒന്നുമില്ല. തമിഴ് ഭാഷയില്ലേ, അതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവര് പറഞ്ഞാൽ ആ ഭാഷ കഴിഞ്ഞിട്ട് അവർക്കുള്ളൂ ആ വികാരം തന്നെ പറയുന്നത്. പക്ഷെ അതേപോലെ നമുക്ക് മലയാളികൾക്ക് ഇല്ല എന്നല്ലേ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ പുതിയ തലമുറ പിന്നെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കില്ല. നമ്മളിപ്പോൾ നമ്മുടെ തലമുറയിൽപ്പെട്ടവരിപ്പോൾ നമ്മൾ കാസർഗോഡുകാരായതുകൊണ്ട് തന്നെ ബേച്ചുവാ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. തമിഴന്മാരാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലാ, പിന്നെ കന്നഡക്കാരാണെങ്കിൽ പിന്നെ ഊട്ടായിത്താ എല്ലാം ചോദിക്കും. പക്ഷെ നമ്മളിപ്പോഴത്തെ ചോദിക്കുന്ന ബുദ്ധിമുട്ടുകളെന്നാ ചോദിക്കുന്നത് പൊടിഞ്ഞ. ഒരു ഭാഷ ഉപയോഗിക്കുന്നത് നോക്ക്, ഇന്നത്തെ പുതിയ തലമുറ ഉപയോഗിക്കുന്ന വാക്കാണ് പൊടിഞ്ഞ. പൊടിഞ്ഞിട്ടേ, പൊടിയുന്നില്ലേ, എന്തൊരു ഭാഷ. ഒന്ന് ആലോചിക്കും, ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്നുള്ള കുറച്ച് നമ്മളെ ശരിയായ മലയാളം നമ്മളെ കാസർഗോഡാകുമ്പോൾ ബേച്ചിട്ടേ ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ഒരു എന്താ പറയുക, ഒരു പരസ്പര ബന്ധു. അത് ഈ പൊടിഞ്ഞോ, പൊടിഞ്ഞിട്ടേ, പൊടിയുന്നില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ എവിടെയാണ് കിട്ടുക?
ആ ഒരു ഭാഷാ സ്നേഹം നമ്മളെ കുട്ടികൾ തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അതാരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതൊരു പുതിയ ഇതാക്കി മാറ്റുന്നു, ട്രെൻഡാക്കി മാറ്റുന്നു ആ വാക്കല്ല. അതന്നെ, അത് ട്രെൻഡാണ്. ഓരോരോ വാക്കുകളെ ഇപ്പം പിന്നെ തമിഴില് ഈ നമ്മള് ഈ റോഡിൽ ഹമ്പ് വെച്ചിട്ടില്ല, HUMP ഹമ്പ്, അത് നമ്മൾ മലയാളം എന്താക്കി അതിനെ ബമ്പാക്കി. ബമ്പ് എന്ന് പറയും, ഹമ്പ് എന്ന് പറയില്ല, ബമ്പ് എന്ന് പറയും. പക്ഷെ അവരതിന് കൃത്യമായൊരു വാക്ക്, വേഗത്തടയി, സ്പീഡ് ബ്രേക്കർ, വേഗത്തടയി, അവർ കൃത്യമായ പിന്നെ തമിഴ് പദം അവർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കണ്ടെത്താനുള്ള താല്പര്യമില്ല. ഈ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ആണെങ്കിൽ അതിനെ വികലമാക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാമോ ആ രീതിയിൽ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ അർത്ഥതലം സൃഷ്ടിക്കുന്നുണ്ട്. തമിഴ് ഭാഷയിൽ അവരെ സിനിമക്ക് തമിഴ് തന്നെ ഇടണം, അല്ലെങ്കിൽ അവർ ഇത് കൊടുക്കൂല, ടാക്സ് കൊടുക്കില്ല, അങ്ങനെ ഉണ്ട്. അത് പക്ഷേ നമുക്ക് മലയാളിക്ക് അത് ഇല്ല. ഭാഷാബോധം എന്ന് പറയുന്ന സാധനം ഇല്ല. നവംബർ 1-ാം തീയതി വെള്ളം കൊണ്ട് കൊടുത്തിട്ടും സെറ്റ് കൊണ്ട് കൊടുത്തിട്ടും പിന്നെ നടക്കുന്നൊരു അവസ്ഥയാണെന്നുള്ളൊരു രീതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എം ടി എഴുതിയ ഭാഷാ പ്രതിജ്ഞ പോലും അറിയാത്ത ആളുകളല്ലേ മലയാളികൾ. കൃത്യമായിട്ട് അറിയുന്നില്ലല്ലോ, ഇതെൻ്റെ ഭാഷയാണ്, ഇതെൻ്റെ ആകാശമാണെന്ന് പറഞ്ഞ് അത് എഴുതിയ ഭാഷാ പ്രതിജ്ഞ പോലും അറിയാത്ത ആളുകളുണ്ട്. അതിനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മാഷ് ഇപ്പോൾ ഈ പ്രസംഗവേദിയിൽ സജീവമായിട്ട് കുറേ പിന്നെ പ്രഭാഷണ വേദിയിൽ കുറേ ആയി. ഞാൻ പിന്നെ ഏകദേശം എനിക്ക് ആദ്യം ഒരു എന്താ പറയുക ഒരു ബ്രേക്ക് തരുന്നത് വെച്ചാൽ മാതൃഭൂമി ബുക്സാണ്. മാതൃഭൂമി ബുക്സ് 4 കൊല്ലം മുമ്പ് എനിക്കിവിടെ അവർ പുസ്തകോത്സവം വളരെക്കൊണ്ട് പുസ്തകോത്സവം നടത്തിയ സമയത്ത് ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് തന്നിരുന്നു. അവരാണ് തരുന്നത്. അതിന് നമ്മളെ സന്തോഷേട്ടൻ, നാട്ടിൽ സന്തോഷേട്ടനാണ് അതിൻ്റെ ഇത് കാരണക്കാരനുണ്ടായത്. പിന്നെ ഞാൻ ഈ കുറച്ച് എഴുതുന്ന കണ്ടപ്പോഴത്തേനും സ്കൂളുകാർ വിളിക്കലായി. സ്കൂളുകാർ പിന്നെ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് വിളിക്കും, പിന്നെ വായനശാലക്കാർ വിളിക്കും, പിന്നെ ഇതുപോലെ അനുസ്മരണങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തരുന്നത് നമ്മളെ ടാഗോർ വായനശാല കാരാട്ട്. അവരെല്ലാം എല്ലാ പരിപാടികളും തന്നെ വിളിക്കലുണ്ട് പോലും ഉണ്ട്. പിന്നെ അധികവും നമുക്ക് ഈ ഒരുപാട് എണ്ണം ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പണിയുള്ള ദിവസങ്ങളിൽ വിളിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. ഞായറാഴ്ച കിട്ടിയാലും എന്തായാലും പോകും. അതാണ് വ്യവസ്ഥ. ഓണത്തിനെ കുറിച്ചൊരു 4 വരി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവല്ലോ മാഷ് നേരത്തെ, അതിനൊന്നും പറയാറുണ്ട്? ഓണത്തിനെ കുറിച്ച് ഞാൻ എഴുതിയതായിട്ടൊന്നുമില്ല. എന്നാലും ഇഷ്ടപ്പെട്ടൊരു 4 വരി എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭാഷ തന്നെ പറയാം. അത് ഇന്നത്തെ ഒരു ഓണത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് പറയുന്നതാണ്. ഓണം വന്നു, അരി പഞ്ചാബിൽ നിന്നും, പൂവ് തമിഴ്നാട്ടിൽ നിന്നും, മാവേലി പാതാളത്തിൽ നിന്നും. അതാണ് കുഞ്ഞിൻ്റെ ഭാഷ. പിന്നെ ഓണത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ഓണം വന്നു, പിന്നെ പൂവ് തമിഴ്നാട്ടിൽ നിന്നും, അരി പഞ്ചാബിൽ നിന്നും, മാവേലി പാതാളത്തിൽ നിന്നും, എല്ലാം ഇറക്കുമതി ചെയ്യുന്നൊരവസ്ഥയാണ്. നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലാതെ എന്നാൽ ഇങ്ങനെ പറയാം. തൂമ്പയെ മറന്നിട്ട് പിന്നെ തുമ്പയെയും തുമ്പിയെയും കുറിച്ച് തൂമ്പയെ മറന്നു. തൂമ്പ കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ്. അതിനെ മറന്നിട്ട് തുമ്പയെയും തുമ്പിയെയും കുറിച്ച് വീമ്പളക്കുന്നവനായിട്ട് മലയാളി മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പരിപാടി വെക്കുന്നുണ്ടെങ്കിൽ തുമ്പയും തുമ്പി, ഓണാഘോഷ പരിപാടിക്ക് വെക്കുന്ന പേരാണ് തുമ്പയും തുമ്പി. നല്ല തന്നെ, മോശമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു തുമ്പയുണ്ട് എന്നുള്ള കാര്യം മലയാളി ഓർക്കുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ ഈ ലോഡിംഗ് തൊഴിലില്ലേ, അതിനൊരു റിട്ടയർമെന്റ് ഉണ്ടല്ലോ? ഉണ്ട്. അത് ഇനി കുറേ ഉണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ 47 വയസ്സായി. പിന്നെ 60 വയസ്സുണ്ട്. 13 കൊല്ലം കൂടി ഉണ്ട്. 17 കൊല്ലം ഞാൻ പണിയെടുത്തു. 13 കൊല്ലം കൂടെ എടുത്താൽ 30 കൊല്ലം ആയുസ് ഉണ്ടാവട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും സാഹിത്യത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ, അങ്ങനെ അതാണ് പ്ലാനിങ് ഉണ്ട്. അത് തന്നെയാണ് താല്പര്യം. കാരണം വെച്ചാൽ ഞാനിപ്പോൾ വായനാ മത്സരങ്ങളിൽ സജീവമാണ്. ഇവർ അടുത്ത വായനാ മത്സരം തുടങ്ങുന്നുണ്ട്. എന്തായാലും ലൈബ്രറി കൗൺസിൽ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന പരിപാടിയാണ്. ഇപ്പോൾ 10 പുസ്തകങ്ങളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ പഠിക്കുക. 10 പുസ്തകങ്ങൾ പഠിച്ച് ഞാൻ വായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വായിച്ചു പോലല്ല. ഞാൻ വായിക്കുമ്പോൾ ഞാൻ അതിനൊരു കുറിച്ചൊരു കുറിപ്പാക്കി അതൊരു നോട്ട് ബുക്കിൽ സൂക്ഷിക്കലുണ്ട്. ഒരു നോട്ട്, എനിക്ക് എപ്പോഴും നോട്ട് ബുക്ക് ഉണ്ടാവും. 2-3 നോട്ട് ബുക്കിൽ നിറച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചെല്ലാം ഒരു കുറിപ്പുണ്ടാവും. ആസ്വാദന കുറിപ്പല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ ഹർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഒരു പുസ്തകം വായിക്കുമ്പോൾ പിന്നെ ഹൃദയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ എന്ന് പെരുമ്പട ശ്രീധരൻ ദസ്തവേസ്കിയെ കുറിച്ച് പറഞ്ഞൊരു നോവലുണ്ട്, സങ്കീർത്തനം പോലെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ ഒരു വല്ലാത്തൊരു ഇത് വരും. നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷമാണോ, നമ്മൾ ആ വാക്കുകളിൽ നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കും. ഹൃദയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ, അതെന്തൊരു മനുഷ്യരായിരിക്കും. അപ്പോൾ ആ ചിന്തയിലേക്ക് നമ്മൾ പിടിച്ചിരുന്ന കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഈ ബെന്യാമിൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞൊരു പിന്നെ നോവലിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്ത്രീയിൽ നിന്ന് പുരുഷൻ അധികമൊന്നും പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം പാചകവിദ്യയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. പക്ഷെ അത് ആലോചിച്ച് നോക്കുമ്പോൾ എന്നെ പോലെ ചായ പോലും വെക്കാറിയാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചുള്ളത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമ്മളത് കുറിച്ച് നോക്കും. നമ്മൾ ആക്കിയില്ലെങ്കിലും അത് നമ്മളിങ്ങനെ മനസ്സിങ്ങനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുറിച്ച് നോക്കും. അത് നമുക്ക് സംസാരിക്കുന്ന സമയത്ത്, പ്രഭാഷണം നടത്തുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ വായിക്കുന്ന ഇപ്പം എന്നതാണോ വിഷയം, നമ്മൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇതൊന്നിലൊന്ന് ഓടിച്ചു നോക്കും. അപ്പം നമുക്ക് ആ വായിച്ച നല്ല ഓർമ്മ വരും. അതിന് വേണ്ടിയിട്ടുള്ള കുറിപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാഷിൻ്റെ ആ കവിതകൾ 300ഓളം കവിതകൾ ഒരു ബുക്കാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു, നമ്മുടെ നാട്ടിലും
ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ. അല്ല, അതിനെന്ത് പ്രശ്നം എന്ന് പറഞ്ഞ് മാഷ് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് മുൻകൈ എടുക്കാത്തത്? ഞാൻ മുൻകൈ എടുക്കാത്തതുകൊണ്ടാണ്. വെച്ചാൽ ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് സംസ്ഥാന പബ്ലിക്കേഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് ചെയ്തു തരും. അപ്പോൾ എല്ലാം ഉണ്ട്, എൻ്റെ എല്ലാം സ്റ്റോക്ക് ഉണ്ട്, ഈ സാധനം എല്ലാം സ്റ്റോക്ക് ഉണ്ട്. അപ്പം പിന്നെ അതിൻ്റെ പിന്നെ കുറച്ച് സാമ്പത്തിക കാര്യങ്ങളെല്ലാം വേണം. അതെ, അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. മാഷ് ഇതിനു മുമ്പ് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത്, യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഷാടെ മിമിക്രിയും കൊണ്ടുവന്നിട്ടുണ്ട്. സെന്തിൽ നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ മിമിക്രി ഉള്ള കാര്യം പലർക്കും അറിയില്ല. ഇപ്പോഴുണ്ടോ മിമിക്രി കാണിക്കാനില്ല? മിമിക്രി അത് 97-ലാണ് ഞങ്ങൾ മിമിക്രിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മുന്നോട്ട് വരും. അന്ന് ട്രൂപ്പിലുണ്ടായിരുന്നു. ഞാനും മൗളൽ സണ്ണി, മരിച്ചുപോയി മോഹനേട്ടൻ, പിന്നെ നമ്മളെ മുരളിയേട്ടൻ, പിന്നെ അവളെ കൂടെ രാമേന്ദ്രൻ, പിന്നെ ഇടയ്ക്ക് ഗസ്റ്റായിട്ട് നമ്മളെ ചന്ദ്രു നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പം ഞങ്ങൾ പിന്നെ പാട്ടുകാരായിട്ട് നമ്മളെ സാബു, പോസ്റ്റ് മാസ്റ്റർ സാബുവേട്ടൻ, പിന്നെ നമ്മളെ ഇദ്ദേഹം ഷാജിയുടെ ഭാര്യ ജിൻസി, അതായത് നമ്മളെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ആദ്യം ഞാനും സണ്ണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കിറ്റ് ചെയ്യുക, പിന്നെ അത്യാവശ്യം നടന്മാരെ അനുകരിക്കുക, അങ്ങനെ രീതിയിൽ ഞങ്ങൾ എല്ലാ ഉത്സവ പറമ്പുകളിലും പോയിട്ട് ഞങ്ങളിങ്ങനെ അവസരം ചോദിക്കലാണ്. മൗളൻ സണ്ണി, മൾട്ടിക്കുണ്ട് സതീശൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകും. അതിപ്പോൾ അതിൽ ഒരിക്കൽ ഇവിടെ നാട്ടക്കല്ലാണ് തോന്നുന്നു. നാട്ടക്കൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്കിറ്റ് ചെയ്യാന്ന്. അപ്പം ഞാൻ പറയേണ്ട ഡയലോഗ് ഞാൻ മംഗലശ്ശേരി നീലകണ്ഠനാണ് എന്ന് പറഞ്ഞൊരു എന്തോ ഒരു ഇതാണ്, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. മംഗലശ്ശേരി നീലകണ്ഠനാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ സണ്ണി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോക്കിയിട്ട്, നീ നീല കണ്ടിട്ടുണ്ടോ? കറുത്ത കണ്ടനാന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം അതിലില്ല. അപ്പോൾ ഞാൻ തന്നെ ഇതാണ് ചെയ്തത്. എന്ത് തിരിച്ചു അത്രയ്ക്കും നല്ല, എന്നെക്കാളെല്ലാം ഒരുപാട് നല്ലൊരു കലാകാരൻ നമ്മൾ മൗളാൻ സണ്ണി, നന്നായിട്ട് ചെയ്യും. അപ്പം നടന്മാരെ അനുകരിക്കലെന്ന് ഞാൻ അധികം ചെയ്ത് സെന്തിൽ തന്നെയായിരുന്നു. സൗണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം വെച്ചാൽ അത് കിട്ടൂല. കാരണം സെന്തിൽ എന്ന് പറഞ്ഞാൽ ആ കഥ പിന്നെ നടനെല്ലാം ആളുകൾ മറന്നു. തമിഴിലെ പണ്ടത്തെ ഫസ്റ്റ് അവർക്ക് പേരായിട്ട് ഒരാളും കൂടെ കൗണ്ടർമണി സെന്തിൽ, അതൊരു വല്ലാത്തൊരു ടീമാണ്. അപ്പൊ അന്നത്തെ കാലത്ത് മറ്റേ ജെന്റിൽമാൻ സിനിമയും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ജെന്റിൽമാനും ജയ് ഹിന്ദും ഒക്കെ ഉണ്ട്. ജയ് ഹിന്ദു എന്ന് പറഞ്ഞാൽ അവരെ സൂപ്പർ സംഭവമാണ്. അർജുന്റെ പടം പിന്നെ ഇതിലുണ്ട്. പിന്നെ നമ്മളെ ചിന്നത്തമ്പി, മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നാമത്തെ ബോഡി ഷേപ്പാണ് അതിൻ്റെ പ്രധാനം. കറുത്തിട്ടാണ്, അപ്പോൾ കുറച്ച് കുടവയറും ഉണ്ട്. അപ്പം ഞാൻ ട്രൗസറിൽ ഇങ്ങനെ, ഞാൻ പള്ളി ട്രൗസർ അപ്പോൾ അതെല്ലാം ഇട്ട് കയറുമ്പോൾ അപ്പം അങ്ങനെ ഒരുപാട് കാലം ഞാൻ സെന്തിലായിരുന്നു. സെന്തിൽ എന്നുള്ള പേരിൽ ഞാൻ അറിയപ്പെടുന്നു. വള്ളിക്കുണ്ട് സെന്തിൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടില്ല. ആ സമയത്ത് സെന്തിൽ സെന്തിൽ തന്നെ വിളിക്കല്. പിന്നെ എനിക്ക് പെട്ടിക്കട ഉണ്ടാകുന്ന സമയത്ത് സെന്തിലിൻ്റെ അടുക്ക പോയി ചായ കുടിക്കാന്ന് ആൾക്കാർ പറയും. അപ്പം അങ്ങനത്തെ പേരുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും പഴയ ആൾക്കാരിൽ അങ്ങനെ വിളിക്കുന്നുണ്ട്, സെന്തിലെന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും ഒരു ആളുടെ സൗണ്ട് എടുക്കാൻ പറ്റും അങ്ങനെ സെന്തിൽ അല്ലാതെ? ഒരുപാടായി ചെയ്തിട്ട് അതുകൊണ്ട് എനിക്കൊരു ഇതില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല ചെയ്യാൻ വേണ്ടി. അതെന്ത് പിന്നെ ഇത് ഒഴിവാക്കിയത്? അതും പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പരിപാടി ഇങ്ങനെ പിടിച്ച് ഞങ്ങളിങ്ങനെ ഓരോ ചെയ്യുന്നു. പിന്നെ മിമിക്സ് ഗാനമേള, മിമിക്സ് പരേഡ്, ഇങ്ങനെ സ്കിറ്റ്, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒത്തൊരുപ്പിച്ചിട്ട് കൊണ്ടുപോകാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അല്ല ഒന്ന് പിന്നെ കൃത്യമായിട്ട് ഇതിന് വരില്ല, റിഹേഴ്സിന് വരില്ല, നല്ല ബുദ്ധിമുട്ടുകളായി. അപ്പോൾ അങ്ങനെ 3 വർഷം ഞങ്ങൾ ആ പരിപാടിയും കൂടെ നടന്നിരുന്നു. മിമിക്രി നല്ല രീതിയിൽ കൊണ്ടായിരുന്നു. പിന്നെ കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത് ചെയ്യുമായിരുന്നു. മിമിക്രിയും ചെയ്യുമായിരുന്നു, മോണോക്റ്റും ചെയ്യുമായിരുന്നു. മോണോക്റ്റ്, മിമിക്രി, പ്രസംഗം, ഇത് 3ആയിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി കോളേജിലെല്ലാം പഠിക്കുമ്പോൾ. അപ്പോൾ ഈ ലോഡിങ് തൊഴിലായിട്ട് സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ഈ പരിപാടികളും ഈ പ്രഭാഷണം അങ്ങനത്തെ എല്ലാം പോകുമ്പോൾ ബാക്കിയുള്ള ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് പെട്ടെന്ന് ലീവെല്ലാം ആക്കേണ്ടി വരും. പിന്നെ അതെല്ലാം അവർ ഫുള്ള് സപ്പോർട്ട് തരും. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഞാൻ പിന്നെ അടുത്തോട് സ്കൂളിലെല്ലാം പരിപാടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ തൊഴിലാളികളോട് ഞാൻ പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ ഞാൻ അങ്ങോട്ട് മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരന്നേരം അതിന് എല്ലാ സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ് എൻ്റെ സഹപ്രവർത്തകർ. അവരെ പിന്നെ പി സുരേന്ദ്ര മാഷ് പരപ്പേര് വന്നിട്ട് ഞാൻ വൈറലായൊരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളെ കുറിച്ച് പറഞ്ഞിട്ട് പേപ്പറിലെല്ലാം വന്നായിരുന്നു. അപ്പോൾ പി സുരേന്ദ്ര മാഷ ഞാൻ ഒരു പുസ്തക പ്രകാശനത്തിന് പിന്നെ പുസ്തക പരിചയത്തിന് വേണ്ടി തിരൂര് പോയ സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നു, പി സുരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം പരപ്പ സ്കൂളിൽ വായനാവാരമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉദ്ഘാടനത്തിന് വന്നു. അപ്പോൾ ഞാൻ അവിടെ പോയതിന് ശേഷം അദ്ദേഹത്തുമായി സംസാരിച്ച് ആ സൗഹൃദം പുതുക്കി. അപ്പോൾ നീ എന്നാലും വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം, എനിക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കൂടുതലുള്ള സഹപ്രവർത്തകരോട് പറഞ്ഞിട്ട് നേരെ പോയി. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഇനി എൻ്റെ കഥയെക്കുറിച്ച് ഇപ്പം പറയുന്നു പറഞ്ഞിട്ട് ഞാൻ ആ കഥയെക്കുറിച്ച് പറഞ്ഞാലും കേട്ടിരുന്നു. ഞാൻ അന്ന് ഉപ്പിലും വിയർപ്പിലും എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ, ഒന്ന് കയറി ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞൊരു കഥാസമാരത്തിൽ. അപ്പോൾ അദ്ദേഹത്തോടുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകവും വായിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ സ്വന്തമാക്കി അത് വായിക്കും. എനിക്ക് 700ഓളം പുസ്തകം സ്വന്തമായിട്ടുണ്ട്. ഇപ്പോഴും 700 പുസ്തകമുണ്ട് എനിക്ക്. ലൈബ്രറി പോലെ തന്നെ. അതിൽ വെക്കാനൊന്നും വലിയ സൗകര്യമൊന്നുമില്ല. എന്നാലും ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച്, നമുക്ക് അത്ര വലിയ വീടൊന്നും അല്ലല്ലോ, എന്നാലും അതിനിങ്ങനെ നല്ല സൂക്ഷിച്ച് എല്ലാ മാസവും പറ്റിയാൽ ഒരു 500 രൂപയുടെ പുസ്തകം ഞാൻ മേടിക്കും.
ഇപ്പോൾ ഒരു 700 പുസ്തകം എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയത് മേടിച്ച് പറഞ്ഞാൽ നമ്മുടെ മൾബറി നീയൻ്റെ സോർബയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ പുസ്തകം, പിന്നെ ബെന്യാമിൻ്റെ പുതിയ പുസ്തകം അത് വാങ്ങി. തപ്പോമയുടെ അച്ഛൻ അതെല്ലാം മേടിച്ചത് തന്നെയാണ്. ഈ പുറത്തുള്ള ഇത് മേടിച്ചു. സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ പുതിയ പുസ്തകം ഉണ്ട് നമ്മളെ മാതംഗലീല. അതെല്ലാം വായിക്കേണ്ട സംഭവം കേട്ടോ. അയ്യോ സൂപ്പർ സംഭവം. എന്നുവെച്ചാൽ കഥാകാരൻ എന്നുള്ള രീതിയിൽ സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ ആ ഒരു വളർച്ച നോവലിൽ മാതംഗലീലെല്ലാം വായിച്ചു നോക്കിയാൽ നമ്മളൊരു എന്തോ ഒരു ലോകത്തെത്തിക്കും. അത്ര മനോഹരമായ സാധനം. വിദേശ എഴുത്തുകാരിൽ ഇഷ്ടപ്പെട്ട് വായിക്കുന്ന ഞാൻ ദസ്തയേവ്സ്കി തന്നെ. ദസ്തയേവ്സ്കി ഉണ്ട്. പിന്നെ ഞാൻ ഇദ്ദേഹത്തെ കസാൻ സാക്കീസിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. കസാൻ സാക്കീസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് എന്നുള്ളതോ ഒന്നും അറിയില്ല എനിക്ക്. ഞാൻ അങ്ങനെ ഈ മൾബറി നീയൻ്റെ സോർബയെ കുറിച്ച് അറിയുമ്പോൾ എന്നുള്ള പുസ്തകം വായിച്ചപ്പോൾ എന്താണ് ഈ സോർബ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് നോവൽ വായിച്ചു തുടങ്ങണമെന്ന് സോർബ ഒരു കഥാപാത്രമാണ്, കസാൻ സാക്കീസിൻ്റെ കഥാപാത്രമാണെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ എൻ്റെ ശിഷ്യൻ സുഹൃത്തുമാണ് ശിഷ്യനാണ് നമ്മുടെ ജയേഷ് കൊടക്കൻ. ജയേഷ് കൊടക്കൻ അതെ പുസ്തകവണ്ടി. അപ്പം ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു, മോനെ ഇങ്ങനൊരു എഴുത്തുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവനെ ഞാൻ പരപ്പേന്ന് കാണുകയത്. അപ്പം കണ്ടപ്പോൾ പറഞ്ഞു, മാഷി ഇതുവരെ സോർബ വായിച്ചിട്ട്. ഞാൻ പറഞ്ഞു വായിച്ചിട്ടാണ്. വായിക്കണം, കസാൻ സാക്കീസിനെ വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് കസാൻ സാക്കീസിനെ പരിചയപ്പെടുത്തുന്നത് ജയേഷ് കൊടുക്കലാണ്. ഞാൻ പുസ്തകം വാങ്ങി സോർബ വാങ്ങി വായിച്ചു കഴിയുമ്പോഴാണ് നമ്മളതിന് ഇതിലേക്ക് എത്തുന്നത്. എങ്കിലും പിന്നെ ദസ്തയേവ്സ്കിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത്. ദസ്തയേവ്സ്കി തന്നെ എന്നുവെച്ചാൽ അങ്ങനെ മലയാളം പിന്നെ മെയിൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് കൂടുതൽ ഇതറിയില്ല. ചില ദസ്തയേവ്സ്കിയെ പരിചയപ്പെടുന്നത് പെരുമ്പടമാണ്. സങ്കീർത്തനം പോലെ വായിക്കുമ്പോഴാണ് അത് വായിക്കണം തോന്നി. അങ്ങനെ കുറ്റോശിഷ്ടയും കർമ്മസവും സഹോദരന്മാരെല്ലാം നിന്ദിതരം പീഡിതരെല്ലാം നമ്മൾ അതുപോലെ വായിക്കാറ്. ഇപ്പം മാഷിൻ്റെ ഫോൺ ലിസ്റ്റ് എടുത്താലേ അതിൽ ഉള്ള സാഹിത്യകാരന്മാർ പ്രമുഖരായ 2-3 ആൾക്കാരെ പേര് പറയും. ഒന്ന് അലിഗഡ് ശരി നല്ല വളരെ സുന്ദരമായ കവിത എഴുതുന്ന ഒരാൾ. പിന്നെ പി സുരേന്ദ്രൻ മാഷ്, പിന്നെ അബിയസുദ് മാഷ്, പിന്നെ സന്തോഷ് ചേച്ചിക്കാനം, ഇവരെല്ലാം അബിയസുദ് മാഷിൻ്റെ പിന്നെ അലോഹനം വായിക്കുന്ന, ഞാൻ പണിസ്ഥലത്ത് പുസ്തകം കൊണ്ടാ പോലും. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ പുസ്തകം വായിക്കും. ഞാൻ പണിയുടെ ഇടപെടലും വായിക്കും. ആ സമയത്ത് ഞാൻ ആ ടൗണിൽ ഇരുന്ന് ഞാൻ വായിക്കുന്നതിൻ്റെ ഫോട്ടോ എല്ലാം മാഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അലോഹരം വായിക്കുന്നതിൻ്റെ. അപ്പം ഞാൻ ഈ വായനാ മത്സരത്തിന് അധികം വായിക്കുന്നത് ഈ പണി സമയത്ത് തന്നെയാണ്. അപ്പം നമ്മളെ പണി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പണി എടുത്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ പണി ഉണ്ടാവില്ല. ആ സമയം ഞാൻ പുസ്തകമായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം മാഷ് അവസാനമായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കവിത പാടുമോ? ഏറ്റവും അവസാനം ചെയ്ത് ആദ്യ പ്രണയം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രണയം എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു, ചെറുത് പിന്നെ ചെറിയ കവിതയാണ്. അതിങ്ങനെ എഴുതിയത്, ആദ്യ പ്രണയം സ്ത്രീക്ക് എപ്പോഴും മധുരമുള്ള ഓർമ്മയായിരിക്കും, പുരുഷന് അത് നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള വ്യതയായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി. ആദ്യ പ്രണയം സ്ത്രീക്ക് അതെപ്പോഴും ഓർക്കാനുള്ള ഒരു മധുരമായ ഓർമ്മയായിരിക്കും, പക്ഷേ പുരുഷനത് നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ഹൃദയവേദനയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. അപ്പോൾ ഈ മാഷിൻ്റെ ഈ 300ഓളം കവിതാ സമരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് മാഷ് കൊടുക്കാൻ ഉദ്ദേശിച്ചൊരു പേര് എന്തായിരിക്കും? അത് ഇടവഴിയിലെ കാറ്റൊന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുള്ളൂ. ചിലൊരു ഇടവഴിയാണ്, അതേ ഉള്ളൂ. ഇടവഴിയിലുള്ള ഒരു ചെറിയൊരു കാറ്റ്, അത് മാത്രം. ഓക്കെ. അപ്പോൾ മാഷിനി എഴുത്തിൻ്റെ ലോകത്ത് ഒരുപാട് ഉയരങ്ങൾ താണ്ടട്ടെ. എഴുത്തുകാരൻ ആയിക്കോട്ടെ, എഴുത്തിനേക്കാളും ഒരു വായനക്കാരനാവട്ടെ എന്ന് ഇതാക്കിയാൽ മതി. ഓക്കെ താങ്ക്സ്.